الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, നമ്മൾ കിതാബ് തൗഹീദാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇനി വായിക്കാനുള്ളത് 24-ാമത്തെ ബാബാണ്. ബാബു മാ ജാഅ ഫി സിഹർ. സിഹറിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന അധ്യായം. എന്തുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ ഇങ്ങനെ ഒരു ബാബ് കൊടുത്തിരിക്കുന്നത്? തൗഹീദുമായിട്ട് സിഹറിന്റെ ബന്ധം എന്താണ്? നമുക്കറിയാം, തൗഹീദിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ കിതാബിൽ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ്, ഷിർക്കുമായി ബന്ധമുള്ളത് കൊണ്ടാണ് സിഹറിനെ കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഒരു അധ്യായം ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിഹർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഭാഷയിൽ മാ ലതുഫ വഖഫിയ സബബുഹു. സബബ്, അതിന്റെ കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്, അത് ഗോപ്യമായത് എന്നാണ് സിഹർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് രാത്രിയുടെ അവസാനത്തെ സമയത്തിന്, ഫജറിന്റെ തൊട്ട് മുമ്പുള്ള സമയത്തിന് സഹർ എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ഇരുട്ടായിരിക്കും, വെളിച്ചം വന്നിട്ടില്ല. ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് സഹൂർ എന്ന് പറയും. ആ സമയത്ത് കഴിക്കുന്നത് കൊണ്ടാണ് അത്താഴത്തിന് സഹൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷയിൽ ഇതാണ് അർത്ഥം, മാ ലതുഫ വഖഫിയ സബബുഹു. കാരണം വ്യക്തമല്ലാത്തത്, കാരണം ഗോപ്യമായത് എന്നാണ് സിഹറിന്റെ ഭാഷ അർത്ഥം. എന്നാൽ ശറഅയിൽ എന്താണ് സിഹർ എന്ന് പറഞ്ഞാൽ അർത്ഥം? മതപരമായി, ഇസ്ലാമികമായി ശറഅയിൽ, ഖുർആനിലും ഹദീസിലും ഒക്കെ സിഹർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അന്നഫ്ഹു ഫിൽ ഉഖദ്. കെട്ടുകൾ ഊതുക, കയറോ നൂലോ എന്തെങ്കിലും കെട്ടിയിട്ട് അതിൽ ഊതുക. മാലിസ്തിആനത്തി ബിശ്ശയാത്തീൻ. ശൈത്താന്മാരോട് സഹായം ചോദിച്ചുകൊണ്ട് ഊതുക. അതാണ് സിഹറിന്റെ സാങ്കേതികമായ ശർഈയായ അർത്ഥം. സിഹറിന്റെ ഹുക്ം എന്താണ്? സിഹർ എന്നുള്ളത് കുഫറാണ്. ഇങ്ങനെയുള്ള സിഹർ, അതായത് കെട്ടുകളിൽ ഊതി ശൈത്താനോട് സഹായം ചോദിക്കുക എന്നുള്ളത് ഷിർക്കുൻ അക്ബറാണ്. ഈ ബാബില് ശൈഖുൽ ഇസ്ലാം ആദ്യമായി കൊടുത്തിരിക്കുന്നത് 2 ആയത്തുകളാണ്. അല്ലാഹു തആല പറയുന്നു, വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. വലഖദ് അലിമു, യഹൂദികൾക്ക് അറിയാം, ലമൻ ഇശ്തറാഹു, ആരാണോ സിഹർ വില കൊടുത്തു വാങ്ങുന്നത്, അഥവാ സിഹർ പഠിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നത്, മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവന് യാതൊരു ഓഹരിയുമില്ല. വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ ആഖിറത്തിൽ ഇന്നയാൾക്ക് യാതൊരു ഓഹരിയുമില്ല, അല്ലെങ്കിൽ ആഖിറത്തിൽ ഇന്ന ആളുകൾ വിജയിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ കുഫ്റാണ് അർത്ഥമാക്കുന്നത് എന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിഹർ കുഫ്റാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. സിഹറിനെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ലമൻ ഇശ്തറാഹു, ആരാണോ സിഹർ വാങ്ങിയത്, മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അപ്പോൾ സിഹർ എന്നുള്ളത് അതിന് ഹഖീഖത്തുണ്ട്, സിഹർ ഫലിക്കും എന്നത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. ഇമാം ഖറാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, വകാന സിഹ്റു മഅലൂമൻ ലിസ്സഹാബത്തി റളിയല്ലാഹു അൻഹും. സഹാബത്തിന് അറിയാമായിരുന്നു സിഹർ എന്ന കാര്യം, അതെന്താണ് എന്ന് അറിയാമായിരുന്നു. വകാനു മുജ്മിഈൻ, അവർ ഏകോപിച്ചിരുന്നു, സഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്, അലാ അന്ന ലഹു ഹഖീഖതൻ, സിഹറിന് ഹഖീഖത്തുണ്ട്, സിഹർ ഫലിക്കും എന്ന കാര്യത്തിൽ മുൻഗാമികളുടെ ഇജ്മാ ഉണ്ട് എന്നാണ്. ഈ ഇജ്മാഇന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഖബ്ല ദുഹൂരിൽ ഖദരിയ്യ, ഖദരിയാക്കൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ. ഖദരിയാക്കൾ സഹാബത്തിന്റെ അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുന്നത് വരെ അവരാണ് ആദ്യമായി സിഹറിന് ഹഖീഖത്തില്ല എന്ന വാദം പറഞ്ഞത്. അപ്പൊ സിഹറിന് ഹഖീഖത്തുണ്ട് എന്നത് ഇജ്മാ ആണ്. രണ്ടാമത് ശൈഖുൽ ഇസ്ലാം കൊടുത്തിരിക്കുന്ന ദലീൽ വഖൗലുഹു തആല യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത്. ജിബ്തിലും ത്വാഗൂത്തിലും അവർ വിശ്വസിക്കുമായിരുന്നു. യഹൂദികളെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് ജിബ്തും ത്വാഗൂത്തും? അത് വിശദീകരിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അസർ കൊടുത്തിട്ടുണ്ട്. ഖാല ഉമർ അൽ ജിബ്തു അസ്സിഹർ. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ്. വത്വാഗൂത്ത് അശ്ശൈത്താൻ. താഗൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈത്താനാണ്. ഉലമാക്കൾ പറയുന്നത് ഇവിടെ താഗൂത്ത് എന്ന വാക്ക് വിശാലമായ ഒരു വാക്കാണ്, അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥം ശൈത്താൻ എന്നാണ്. അപ്പോ യഹൂദികൾ സിഹറിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സിഹറിന്റെ ഹഖീഖത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നല്ല, അവർ സിഹർ ചെയ്യുമായിരുന്നു, സിഹർ പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ സാഹചര്യങ്ങളെ അവർ വിശ്വസിക്കുമായിരുന്നു. സാഹചര്യങ്ങൾക്ക് ഗൈബറിയാം. അതുപോലെ സാഹചര്യങ്ങളെ സഹായിക്കുന്ന ശൈത്താന്മാർക്ക് ഗൈബിയായ കഴിവുകളുണ്ട്, അദൃശ്യമായ കഴിവുകളുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു.
عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال اجتنبوا السبع الموبقات. 7 വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ അൽ മുഹ്ലിക്കാത്ത്, നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണ്. ഔബഖ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാണ് അർത്ഥം. നിങ്ങൾ നശിപ്പിക്കുന്ന 7 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. ചില ആളുകൾ ഈ ഹദീസ് കേട്ടിട്ട് 7 പാപങ്ങളാണ് ഇസ്ലാമിൽ വൻപാപങ്ങൾ, ബാക്കിയൊക്കെ ചെറുപാപങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. 7 വൻപാപങ്ങളെ ഉള്ളൂ എന്ന് ഈ ഹദീസിന് അർത്ഥമില്ല. 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രം. അത് വൻപാപങ്ങൾ ഏറ്റവും ഗൗരവം കൂടിയ 7 എണ്ണി പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത്, ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി അൽ കബായിറു ഇലാ 700 അഖറബു മിൻഹാ ഇലാ 7. 7-നേക്കാളും 700-നോടാണ് വൻപാപങ്ങൾ അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ 7 അല്ല 700 വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഖാലു യാ റസൂലല്ലാഹി വമാ ഹുന്ന. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, ഏതൊക്കെയാണ് 7 വൻപാപങ്ങൾ? അത് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അസ്സിഹർ, ഷിർക്ക് കഴിഞ്ഞിട്ട് രണ്ടാമതായി എണ്ണിയത് വസ്സിഹർ, സിഹർ എന്നുള്ളതാണ്. അപ്പൊ സിഹർ വൻപാപമാണ്. സിഹറിന്റെ ഹുക്കം നമ്മൾ പറഞ്ഞു കുഫ്റാണ്. സിഹർ ചെയ്യുന്നത് കുഫ്റാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള സിഹറാണെങ്കിൽ കെട്ടുകളിൽ ഊതുകയും അതിന്റെ കൂടെ ശൈത്താനോടുള്ള ഇസ്തിആനത്തുണ്ടെങ്കിൽ, സഹായ അഭ്യർത്ഥന ഉണ്ടെങ്കിൽ അത് ഷിർക്കാണ്. ഇനി സാഹിറിന്റെ ഹുക്കം എന്താണ്? സാഹിറിന് എന്താണ് ചെയ്യേണ്ടത്? ഈ പാപത്തിനുള്ള ശിക്ഷ എന്താണ്? അൻജുന്ദുബിൻ മർഫൂഅൻ, ജുന്ദുബ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തി പറയുന്ന ഹദീസ്, ഹദ്ദു സാഹിരി ദർബുഹു ബിസ്സൈഫ്. സാഹിറിന്റെ ഹദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ശിക്ഷ എന്താണ്? ദർബുഹു ബിസ്സൈഫ്, വാളുകൊണ്ട് വെട്ടി കൊല്ലുക എന്നുള്ളതാണ്. ഇസ്ലാമിക ശരീഅത്തുണ്ടെങ്കിൽ, മുസ്ലിം ഭരണാധികാരി ഒരു നാട്ടിലുണ്ടെങ്കിൽ സാഹിറിന് വധശിക്ഷയാണുള്ളത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ മദ്ഹബ് അതാണ്. ആധുനികരായ പല പണ്ഡിതന്മാരും പ്രബലമായി കാണുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം, അതുപോലെ സഹാബത്തിന്റെ അമല് പ്രകാരം സാഹിറിന് തൗബക്കുള്ള അവസരം പോലുമില്ല. സാഹിറിന് വധശിക്ഷ ഉറപ്പാണ്. അപ്പൊ ഇസ്ലാം വിട്ട് മുർത്തദ്ദായി പോകുന്ന ആൾ വരെ അവന് തൗബ ചെയ്യാനുള്ള അവസരം കൊടുക്കും മടങ്ങി വരാൻ. പക്ഷെ സാഹിറിന് ഇസ്തിതാബത്തില്ല. സാഹിറിനെ കൊല്ലുക എന്നുള്ളതാണ് ശിക്ഷ. അപ്പോൾ ഉലമാക്കൾ പറയുന്നത്, ഇസ്ലാമിൽ എവിടെയൊക്കെ വധശിക്ഷയുണ്ടോ അതൊക്കെ ഇമ്മ ലിഫിഅലി മുഹറമിൻ മുഅല്ലം ഔ ലിതർക്കി വാജിബിൻ മുഅല്ലം. ഒന്നുകിൽ വലിയ ഗൗരവമുള്ള ഒരു ബാധ്യത, ഒരു വാജിബ്, നിർബന്ധ കർമ്മം ഉപേക്ഷിച്ചതിനായിരിക്കും വധശിക്ഷ. അതല്ലെങ്കിൽ വലിയ ഗൗരവമുള്ള ഒരു ഹറാം ചെയ്തതിനായിരിക്കും വധശിക്ഷ. ഈ 2 കാര്യത്തിനല്ലാതെ വധശിക്ഷയില്ല. അപ്പൊ നമുക്കറിയാം വ്യഭിചാരത്തിന് വധശിക്ഷയുണ്ട് വിവാഹിതരാണെങ്കിൽ. അപ്പൊ അത് മുഹറമുൻ മുഅല്ലമാണ്, വലിയ ഒരു ഹറാമാണ്. അതുപോലെ തന്നെ റിദ്ദത്ത്, ഇസ്ലാം വിട്ട് മതപരിത്യാഗിയാവുക, ദീൻ ഉപേക്ഷിക്കുക, അതിന് വധശിക്ഷയുണ്ട്. കാരണം അത് തർക്കു വാജിബിൻ മുഅല്ലം, വലിയ ഗൗരവമുള്ള ഒരു വാജിബ് ഉപേക്ഷിക്കലാണ്. അപ്പൊ സിഹർ ഒരു മുഹറമുൻ മുഅല്ലമാണ്, ചെറിയൊരു ഹറാമല്ല എന്ന് ഈ വധശിക്ഷയിൽ നിന്ന് മനസ്സിലാക്കാം. وفي صحيح البخاري عن بجالة بن عبدة قال كتب عمر بن الخطاب رضي الله عنه. عمر رضي الله عنه അദ്ദേഹത്തിന്റെ ഗവർണർമാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് കത്തെഴുതി, അനിഖ്തുലു കുല്ല സാഹിറിൻ വസാഹിറ, സാഹിറായ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓരോരുത്തരെയും കൊന്നുകളയുക എന്ന് അദ്ദേഹം എഴുതി. ഖാല, എന്നിട്ട് ബജാല റഹിമഹുല്ല പറയുന്നു, ഫഖതൽനാ 3 സവാഹിർ, ഞങ്ങൾ 3 സാഹിറത്തുകളെ, 3 മാരണക്കാരിയായ സ്ത്രീകളെ വധിക്കുകയുണ്ടായി ഉമർ റളിയല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. വസഹൻ ഹഫ്സത റളിയല്ലാഹു അൻഹ അന്നഹാ അമറത് ബിഖത്ലി ജാരിയത്തിൻ ലഹാ സഹറത്ഹാ ഫഖുതിലത്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സ്വഹാബി വനിത, അവരുടെ ഒരു അടിമ സ്ത്രീ സിഹർ ചെയ്യുകയുണ്ടായി, അവർക്കെതിരെ സിഹർ ചെയ്യുകയുണ്ടായി. അവരെ കൊല്ലാൻ, ഈ അടിമ സ്ത്രീയെ കൊല്ലാൻ ഹഫ്സ റളിയല്ലാഹു അൻഹ കൽപ്പിക്കുകയും ആ അടിമ സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു. വകദാലിക സഹ അൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു നിന്നും ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 3 സഹാബിമാരിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ് സാഹിറിനെ കൊല്ലുക എന്നുള്ളത്. ഖാല അഹ്മദ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൻ 3 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 3 സഹാബിമാരുടെ അഭിപ്രായം അല്ലെങ്കിൽ 3 പേരുടെ ഖൗല് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് സിഹറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് തൗഹീദിനെ ബാധിക്കുന്ന വലിയ ഒരു ഹറാമാണ്, വലിയ ഒരു പാപമാണ്, ഷിർക്കുൻ അക്ബറാകുന്ന കാര്യമാണ് സിഹർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു മസ്അലയാണ് നമ്മുടെ മാജിക്, അതുപോലെ സർക്കസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്, ഹറാമാണ് എന്നാണ് ഉലമാക്കളുടെ ഫത്വ. അത് കാണുന്നതും ചെയ്യുന്നതും ഒക്കെ മാസിയത്താണ്, ഹറാമാണ്. കാരണം അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. ഇപ്പൊ മാജിക് എന്ന് പറയുന്നത് നമുക്കറിയാം പല വിധത്തിലുണ്ട്. അത് വ്യക്തമായ സിഹറുണ്ട്, അതല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സൂത്രപ്പണികളുണ്ട്. പക്ഷെ ഇതിൽ ഏതാണ് സിഹർ,
എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടൊരു ഹറാമിലേക്ക്, വലിയ ഒരു ഹറാമിലേക്കുള്ള വസീല എന്നുള്ള നിലക്ക് ഈ സിഹറും ഈ മാജിക്കും സർക്കസും ഒക്കെ ഒഴിവാക്കണമെന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അതുപോലെ ഷെയ്ഖ് ഫൗസാൻ, ഇങ്ങനെയുള്ള ആധുനിക പണ്ഡിതന്മാരുടെയൊക്കെ ഫത്വ. അടുത്ത അധ്യായം ബാബു ബയാനി ഷൈഇൻ മിൻ അൻവാഇ സിഹർ. സിഹറിന്റെ ചില ഇനങ്ങൾ. സിഹർ എന്ന് പറയുന്നത് ഒറ്റ ഒരു കാര്യമല്ല, സിഹർ പല വിധത്തിലുണ്ട്. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ, കഴിഞ്ഞ അധ്യായത്തിന്റെ പൂർത്തീകരണമാണ്, സിഹറിന്റെ ചില രൂപങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. قال أحمد إمام أحمد رحمه الله برنو حدثنا محمد بن جعفر حدثنا عوف عن حيان بن العلاء حدثنا قطن بن قبيصة عن أبيه أنه سمع النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم برنو إن العيافة والطرق والطيرة من الجبت. മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. എന്തൊക്കെയാണ്? ഇന്നൽ അയ്യാഫത്ത് എന്ന് പറഞ്ഞാൽ പക്ഷിയെ പറത്തിക്കൊണ്ട് ലക്ഷണം നോക്കുന്ന ഒരു പരിപാടി ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പക്ഷികളെ മുന്നിലേക്ക് വിടും, എന്നിട്ട് ഈ പക്ഷി ഇടത്തോട്ടാണ് പറക്കുന്നതെങ്കിൽ അവരുദ്ദേശിച്ച ആ കാര്യം അവർ നിർത്തിവെക്കും. ഒരു യാത്ര തിരിക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കും. വലത്തോട്ടാണ് പറക്കുന്നതെങ്കിൽ മുന്നോട്ട് പോകും. ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തുറക്കെന്ന് പറഞ്ഞാൽ നിലത്ത് വരച്ചിട്ട്, നമ്മുടെ ജ്യോത്സ്യന്മാര് ചെയ്യുന്നത് പോലെ, നമ്മുടെ നാട്ടിലെ ജ്യോത്സ്യന്മാർ ചെയ്യുന്നത് പോലെ വരയും കുറിയൊക്കെ വരച്ചിട്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അവര് ലക്ഷണം നോക്കും. അതാണ് തുറക്കെന്ന് പറയുന്നത്. തിയറത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ ലക്ഷണം നോക്കുക, ഏത് രൂപത്തിലാണെങ്കിലും ശകുനം നോക്കുക, ലക്ഷണം നോക്കുക എന്നുള്ള പരിപാടി. ഇതൊക്കെ മിനൽ ജിബത്ത്, ഇതൊക്കെ ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്, അഥവാ സിഹറിന്റെ രൂപങ്ങളാണ്. സിഹർ എന്ന് പറയുന്നത് ഷെയ്ത്താന്റെ സഹായത്തോടെ മനുഷ്യൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യകാരണ ബന്ധങ്ങൾ അവ്യക്തമായിട്ടുള്ള പ്രവൃത്തികളാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷെയ്ത്താനിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് സിഹറിന്റെ ഇനങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ എന്താണ്? മുഹറമാണ്, ഇതൊക്കെ ഹറാമാണ്. എന്നാൽ ഇതൊക്കെ ഷിർക്കുൻ അക്ബർ ആണോ? ലക്ഷണം നോക്കുക എന്നുള്ളത് ഷിർക്കുൻ അസ്ഗറാണ്. കാരണം ലക്ഷണം നോക്കുന്ന ആൾ ഷെയ്ത്താനോട് സഹായം തേടിക്കൊള്ളണം എന്നില്ല. ലക്ഷണം നോക്കുന്ന ആള് എന്താണ് ചെയ്യുന്നത്? ഈ പക്ഷിയെ പറത്തി പക്ഷി ഇങ്ങോട്ട് പറക്കുകയാണെങ്കിൽ അത് നല്ല ലക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്നു. അത് അള്ളാഹു തആല പഠിപ്പിക്കാത്ത, അവൻ സബബാക്കാത്ത ഒരു കാര്യത്തെ അവൻ സബബാക്കിയിരിക്കുകയാണ്. ഒരു ഖൈറിനുള്ള സബബാണ് ഇത് വലത്തോട്ട് പറക്കൽ എന്നാണ് വിശ്വസിക്കുന്നത്. അത് അള്ളാഹു തആല ശറഅാക്കാത്ത ഒരു സബബാണ്. അതുകൊണ്ട് തന്നെ അത് ഷിർക്കുൻ അസ്ഗറാണ്. വലി അബൂ ദാവൂദ് വന്നസായി വഇബ്നു ഹിബ്ബാൻ ഫി സഹീഹി അൽ മുസ്നദ് മിൻഹു. അതായത് ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് നസായിയും ഇബ്നു ഹിബ്ബാനും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم. ഇനി സിഹറിന്റെ മറ്റൊരു രൂപത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മൻ ഇഖ്തബസ ശുഅബതൻ മിനൻ നുജൂം ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹർ. ആരാണോ നക്ഷത്രത്തിന്റെ ഒരു ശാഖ സ്വന്തമാക്കിയത്, അതായത് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട്. അതിനെക്കുറിച്ച് തന്നെ ഒരു ബാബ്, ഒരു അധ്യായം തന്നെ വരാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ജ്യോതിഷം എന്ന് പറയുന്ന സംഗതി, നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ഒരാൾ ജനിച്ച സമയത്ത് ഓരോ നക്ഷത്രത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ ഓരോ കാലത്തും ഓരോ സംഭവവികാസങ്ങൾ ഉണ്ടാകും, ഓരോ മാസത്തിലും അയാൾക്ക് ഭാഗ്യവും ഭാഗ്യദോഷവും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നതാണ് നുജൂം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണോ ഇങ്ങനെ നക്ഷത്രങ്ങളെ നോക്കി ലക്ഷണം പറയുന്നത്, ആ വിഷയം പഠിക്കുന്നത്, ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹർ, അവൻ സിഹറിന്റെ ഒരു പങ്കാണ് പറ്റിയിരിക്കുന്നത്, സിഹറിന്റെ ഒരു അംശമാണ് പഠിച്ചിരിക്കുന്നത്. സാദ മാസാദ്, എത്രത്തോളം അവൻ അതിൽ താഴേക്ക് പോകുന്നുവോ, എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നുവോ, അത്രത്തോളം സിഹർ അവൻ കൂടുതൽ ചെയ്തിരിക്കുന്നു. വലി നസായി മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതും സിഹറാൻ, നക്ഷത്രത്തെ നോക്കി ലക്ഷണം പറയുന്നത് അതും സിഹറിന്റെ ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് അതിന് സിഹർ എന്ന് പറഞ്ഞത്? അതിനെക്കുറിച്ച് സിഹർ എന്ന് പറയാൻ കാരണം ഭാഷാപരമായ സിഹറിന്റെ അർത്ഥം എന്താണ്? സബബ് വ്യക്തമല്ലാത്ത കാര്യം. അപ്പൊ ഈ നക്ഷത്രത്തെ നോക്കി ലക്ഷണം പറയാന്നുള്ളത് സബബ് വ്യക്തമല്ല. എങ്ങനെയാണ് ഈ നക്ഷത്രം നമ്മൾ സ്വാധീനിക്കുന്നത്? അങ്ങനെ ഒരു സ്വാധീനമില്ല. അങ്ങനെ സബബല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അതിൽ വിശ്വസിക്കുക, അവലംബിക്കുക എന്നുള്ളതാണ് സിഹർ. അതാണ് ഇവിടെ അങ്ങനെയുള്ള ഭാഷാപരമായ അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വലി നസായി മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മൻ അഖദ ഉഖ്ദതൻ ثم نفث فيها فقد سحر. സിഹറിന്റെ ഒരു താരീഫ് ഹദീസിൽ തന്നെ പഠിപ്പിക്കാൻ. ആരാണോ ഒരു കെട്ട് കെട്ടിയത്, നൂല് കൊണ്ടൊരു കെട്ട് ഉണ്ടാക്കിയത്, എന്നിട്ട് അതിൽ തുപ്പലോടുകൂടി ഊതിയത്, ഫഖദ് സഹർ, അവൻ സിഹർ ചെയ്തിരിക്കുന്നു. വമൻ സഹറ ഫഖദ് അശ്റക, ആരാണോ സിഹർ ചെയ്തത് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ ശൈത്താന്മാരുടെ തൃപ്തി ഉദ്ദേശിച്ച് അവരുടെ സഹായം തേടിക്കൊണ്ട് ഈ കെട്ടിലേക്ക് ഊതുക എന്നുള്ളതാണ് സിഹർ. അതാരാണോ ചെയ്തത് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു. അത് വ്യക്തമാണ്. കാരണം അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ് ശൈത്താന്മാരോട് അവൻ തേടിയിരിക്കുന്നത്. വമൻ തഅല്ലഖ ശൈഅൻ ഉഖില ഇലൈഹി, ആരെങ്കിലും എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഏലസ് കെട്ടി അല്ലെങ്കിൽ ചരട് കെട്ടി, ഇങ്ങനെ എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഊഖില ഇലൈഹി,
അതിലേക്ക് അവനെ അള്ളാഹു ഏൽപ്പിക്കുന്നതാണ്. അവന്റെ സംരക്ഷണം അള്ളാഹു ആ വസ്തുവിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ കൈവിടും എന്നർത്ഥം. وعن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال ألا هل أنبئكم ما العضه. എന്താണ് അൾഹ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അൾഹ് എന്ന് പറഞ്ഞാൽ വേർപിരിക്കുക, തെറ്റിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ആളുകൾ തമ്മിൽ തെറ്റിക്കുന്ന കാര്യം, സിഹർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് സിഹറിന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് സാഹചര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. فيتعلمون منهما ما يفرقون به بين المرء وزوجه എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്താണ് സാഹിർ ചെയ്യുന്നത്? സാഹചര്യങ്ങൾ അല്ലെങ്കിൽ യഹൂദികൾ ഈ മലക്കുകളുടെ അടുത്ത് നിന്ന് സിഹർ പഠിച്ച കഥ പറയുന്നുണ്ട് സൂറത്ത് ബഖറയിൽ. അപ്പൊ അവർ പഠിച്ചത് എന്താണ്? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന കാര്യം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ശരിക്കും മനുഷ്യനെ തമ്മിൽ തെറ്റിക്കുന്ന സിഹറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നാണ് വിശ്വാസം ചോദിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഹിയ നമീമ, നമീമത്താണത്. അപ്പൊ സിഹറിന്റെ ഇനങ്ങളെ കുറിച്ചാണല്ലോ ഇപ്പൊ ഈ ബാബിൽ പറയുന്നത്. സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് നമീമത്ത്. അപ്പൊ നമീമത്ത് എന്തുകൊണ്ടാണ് സിഹറിന്റെ ഇനത്തിൽ ഉൾപ്പെടുത്തിയത്? നമീമത്തിന് സിഹറുമായി നല്ല ബന്ധമുണ്ട്. അതെന്താണ്? സിഹറിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ആളുകളെ തെറ്റിക്കലാണ്. അതേ കാര്യമാണ് നമീമത്ത് എന്ന് പറയുന്നത്. നമീമത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് നഖ്ലുൽ കലാമി അല വജ്ഹിൽ ഇഫ്സാദ്, ആളുകൾക്കിടയിൽ വാർത്ത വിതരണം ചെയ്യുക. ഒരിടത്ത് പോയി കേട്ട കാര്യം മറ്റൊരിടത്ത് പോയി പറയുക. എന്തിനു വേണ്ടിയാണ്? അല വജ്ഹിൽ ഇഫ്സാദ്, അവർക്കിടയിൽ തെറ്റിക്കുന്ന രീതിയിൽ. അത് സത്യമാണ് എന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുകൊണ്ട് നമീമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. അപ്പോൾ ചില പണ്ഡിതന്മാർ, അമീർ സനആനി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം എത്രമാത്രം ആളുകളെ തമ്മിൽ അടുപ്പിക്കാൻ, ആളുകൾ തമ്മിൽ സുൽഹുണ്ടാക്കാൻ, രഞ്ജിപ്പുണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നമീമത്ത് സത്യമാണെങ്കിൽ പോലും വൻപാപമായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ സുൽഹുണ്ടാക്കാൻ വേണ്ടി കളവ് പറയുന്നത് പോലും അനുവദിച്ചു. ചില പണ്ഡിതന്മാർ വ്യക്തമായ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അർദ്ധസത്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആളുകൾ തമ്മിൽ സുൽഹുണ്ടാക്കാം, തെറ്റി നിൽക്കുന്ന ആളെ തമ്മിൽ നന്നാക്കാം. അപ്പൊ കളവ് എന്നത് വലിയ പാപമായിട്ടും ആ കളവ് കലർന്ന ഒരു സംസാരം അനുവദിച്ചു ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സത്യസന്ധത എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമായിട്ടും ആ സത്യസന്ധത അവിടെ ഹറാമാക്കി നമീമത്താണെങ്കിൽ. സിഹറുമായി ബന്ധമുണ്ട് നമീമത്തിന് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമീമത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പാപമാണ്, കബീറത്താണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വലഹുമ, ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, അനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന മിനൽ ബയാനി ലസിഹ്റ, സംസാരത്തിൽ ഒരു സിഹറുണ്ട്. അപ്പൊ സംസാരത്തിൽ സിഹറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചില ആളുകളുടെ സംസാരം കേട്ടാൽ സിഹർ പോലെ ആയിരിക്കും. സിഹർ എന്ന് പറഞ്ഞാൽ എന്താണ് കാരണമെന്ന് മനസ്സിലാവുകയില്ല. നല്ല ആരോഗ്യമുള്ള ആൾ പെട്ടെന്ന് രോഗിയായി, കിടപ്പിലായി, രോഗത്തിന്റെ കാരണം പിടികിട്ടുന്നില്ല. അതുപോലെ തന്നെ നല്ല സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ പെട്ടെന്ന് പിണങ്ങിപ്പോയി, കാരണം മനസ്സിലാകുന്നില്ല. അതുപോലെ എന്ത് ചെയ്യും? മനസ്സ് മാറും ചില ആളുകളുടെ സംസാരം കേട്ടാൽ, അവരുടെ വാക്ക് കേട്ടാൽ അവർ പറയുന്നത് വിശ്വസിച്ചു പോകും. ഇപ്പൊ ബിദ്അത്തിലേക്കും ദലാലത്തിലേക്കും ഒക്കെ ക്ഷണിക്കുന്ന, കുഫറിലേക്ക് ക്ഷണിക്കുന്ന അങ്ങനെയുള്ള ദാഇമാരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതായത് ബാത്തില് ഹക്കിന്റെ പോലെ കാണിച്ച് സംസാരിക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന മിനൽ ബയാനി ലസിഹ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സിഹറിന്റെ ഭാഷാപരമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ്. അതൊക്കെ തന്നെ മോശമായി ആക്ഷേപിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാങ്ക് കൊടുക്കല്ലേ? അടുത്ത അധ്യായം ബാബു മാ ജാഅ ഫിൽ കുഹാനി വനഹ്വിഹിം, ജ്യോത്സ്യന്മാരെ കുറിച്ച് വന്നിട്ടുള്ള ബാബ്, അവരെ കുറിച്ച് വന്നിട്ടുള്ള നുസൂസുകൾ, തെളിവുകൾ പറയുന്ന ബാബ്. സിഹറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ജ്യോത്സ്യന്മാരെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് രണ്ടും തമ്മിലുള്ള ബന്ധം? രണ്ടും ശൈത്താന്മാരെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. സിഹർ ശൈത്താനെ ഉപയോഗിച്ച്, ശൈത്താന്റെ സഹായം തേടി ചില പ്രവൃത്തികൾ ചെയ്യുന്നു. കാഹിൻ, ജ്യോത്സ്യൻ, ശൈത്താനെ ഉപയോഗിച്ച് ചില വാർത്തകൾ അറിയുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള പൊതുവായ കാര്യം. ബാബു മാ ജാഅ ഫിൽ കുഹാനി വനഹ്വിഹിം. റവാ മുസ്ലിമുൻ ഫി സഹീഹി عن بعض أزواج النبي صلى الله عليه وسلم عن النبي صلى الله عليه وسلم أنه قال من أتى عرافا, ആരാണോ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയത്, ഫസഅലഹു അൻ ഷൈഇൻ, എന്നിട്ട് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അവനോട് ചോദിച്ചു, ഫസദ്ദഖഹു, അവനെ സത്യപ്പെടുത്തി, പറഞ്ഞു തന്ന കാര്യം വിശ്വസിച്ചു, അങ്ങനെ ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമ, 40 ദിവസം അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല.
അപ്പൊ ജ്യോത്സ്യന്മാരൊക്കെ വരുമ്പോ ചിലപ്പോൾ ഈ വീട്ടിൽ കൈ നോക്കാനൊക്കെ ആൾക്കാർ വരുമ്പോ വെറുതെ വിളിച്ചു കയറ്റി തമാശയായിട്ട് അവരോട് സംസാരിക്കും. എന്നിട്ട് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ സംഭവിച്ചാലോ അവർ പറയുന്ന പോലെ സംഭവിച്ചാലോ എന്ന് പറഞ്ഞ് അതിൽ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? 40 ദിവസം അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്താണ്? 40 ദിവസം നമസ്കരിക്കണ്ട എന്നാണോ? അല്ല, 40 ദിവസം നമസ്കരിക്കണം, പക്ഷെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. നമസ്കരിച്ചിട്ടില്ലെങ്കിൽ വേറെ കുറ്റം ഉണ്ടാവും. നമസ്കാരം നിർബന്ധമാണ്, അത് സ്വീകരിക്കുകയുമില്ല. ഇങ്ങനെയുള്ള വളരെ മോശമായ ഒരവസ്ഥ ഉണ്ടാകും ഒരു ജ്യോത്സ്യനോട് എന്തെങ്കിലും ചോദിച്ച് അത് സത്യപ്പെടുത്തിയാൽ. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من أتى كاهنا فصدقه بما يقول ആരാണോ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി അവൻ പറയുന്നത് വിശ്വസിച്ചത് فقد كفر بما أنزل على محمد മുഹമ്മദിന്റെ മേൽ ഇറങ്ങിയതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ജ്യോത്സ്യനെ വിശ്വസിച്ചാൽ അവൻ കാഫിറായിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എത്ര ഗൗരവമുള്ള വാക്കാണ്. എന്താണ് അറാഫും കാഹിനും തമ്മിലുള്ള വ്യത്യാസം? അറാഫ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഭാവി പറയുന്ന ആളാണ് അറാഫ്. കാഹിൻ എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ സഹായത്തോടുകൂടി ഭാവി പറയുന്ന ആളാണ് കാഹിൻ. അപ്പൊ രണ്ടാളുടെ അടുത്ത് പോയാലും അവർ പറയുന്നത് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നു. വലിൽ അർബഅ 4 സുനനുകളിലും വന്നിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അതാ അറാഫൻ ഔ കാഹിനൻ, അറാഫിന്റെ അടുത്തോ അല്ലെങ്കിൽ കാഹിന്റെ അടുത്തോ, രണ്ടും നമ്മൾ മലയാളത്തിൽ ലക്ഷണം നോക്കുന്ന ആള് ജ്യോത്സ്യൻ എങ്ങനെയൊക്കെയാണ് പറയാം. അപ്പൊ ഈ 2 കൂട്ടരുടെ അടുത്ത് പോയാലും ഫസദ്ദഖഹു ബിമാ യഖൂൽ എന്നിട്ട് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇറങ്ങിയ വഹയിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. وعن عمران بن حسين رضي الله عنه مرفوعا عمران بن حسين رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കുന്നു ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു, ലക്ഷണം നോക്കുകയോ ലക്ഷണം നോക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ ഉലമാക്കൾ പറയുന്നത് എന്തെങ്കിലും ഒരു മാസിയത്തിനെ കുറിച്ച് ഒരു പാപത്തെക്കുറിച്ച് അത് ചെയ്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് കബീറത്താണ്, വൻപാപമാണ്. അപ്പൊ ലക്ഷണം നോക്കുക എന്നുള്ളത് ചിലപ്പോൾ തമാശയായിട്ടൊക്കെ ആൾക്കാർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ആയാൽ ഞാൻ അത് ചെയ്യും, ഇങ്ങനെ ആയാലും ഇത് ചെയ്യും എന്ന് പറയുന്നത് അത് എന്തല്ല, അങ്ങനെ ചെയ്താൽ അത് ജായിസ് അല്ല, അത് കബീറത്താണ്, വൻപാപമാണ്. ഔ തകഹന ഔ തുകുഹിന ലഹു, അതുപോലെ ജ്യോത്സ്യന്റെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ ജ്യോത്സ്യന്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞേക്കുകയോ ചെയ്താൽ അവനും നമ്മിൽപ്പെട്ടവനല്ല. ഔ സഹറ ഔ സുഹിറ ലഹു, സിഹർ സ്വന്തമായി ചെയ്യുകയോ അല്ലെങ്കിൽ സാഹിറിനെ കൊണ്ട് സിഹർ ചെയ്യിപ്പിക്കുകയോ ചെയ്താൽ അവനും നമ്മിൽപ്പെട്ടവനല്ല. ومن أتى كاهنا فصدقه بما يقول فقد كفر بما أنزل على محمد, ജ്യോത്സ്യന്റെ അടുത്ത് പോയി അവൻ പറയുന്നത് വിശ്വസിച്ചാൽ മുഹമ്മദിന് ഇറക്കപ്പെട്ടതിൽ അഥവാ ഖുർആനിൽ ഇസ്ലാമിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ സിഹർ കഹാനത്ത് ജ്യോത്സ്യന്റെ പണി എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ സിഹറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കുഫ്റാണ്, അത് വിശ്വസിക്കുന്നതും കുഫ്റാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. وقال ابن عباس في قوم يكتبون أباجاد, അബാജാദ് എന്ന് പറഞ്ഞാൽ അറബി അക്ഷരമാലയിൽ പിന്നെ അലിഫ് ബ ജീം ദാല് ഇങ്ങനെ അക്ഷരങ്ങളൊരു തർത്തീബുണ്ട്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് എണ്ണം കണക്കാക്കുന്ന രീതിയാണ്. അതുപയോഗിച്ച് ഈ സിഹർ ചെയ്യുന്ന ആൾക്കാർ അവരുടെ കണക്കുകളൊക്കെ എഴുതി വെക്കും, അവരുടെ ചില കോഡ് ഭാഷയൊക്കെ എഴുതി വെക്കും. ഇങ്ങനെ എഴുതുന്ന ഒരു കൗമിനെ കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ അറാ മൻ ഫഅല ദാലിക ലഹു ഇൻദല്ലാഹി മിൻ ഖലാഖ്, അള്ളാഹുവിന്റെ അടുക്കൽ ഈ പണി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയുണ്ടായി. അടുത്ത ബാബ് ബാബു മാ ജാഅ ഫിൻ നുഷ്റ, നുഷ്റയെ കുറിച്ച് വന്നിട്ടുള്ള അധ്യായം. നുഷ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബാബ് വായിക്കുമ്പോൾ മനസ്സിലാകും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിൻ നുഷ്റ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുഷ്റയെ കുറിച്ച് ചോദിച്ചു. നുഷ്റ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സിഹർ ഫലിച്ചാൽ, സിഹർ ബാധിച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിക്കാണ് നുഷ്റ എന്ന് പറയാം. അപ്പൊ നുഷ്റയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞു ഹിയ മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ പണിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സിഹർ നമുക്ക് ബാധിച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ടി സാഹിറിന്റെ അടുത്ത് പോയി അതിനുള്ള എന്താ പറയാ മറുമരുന്ന് ചെയ്യിപ്പിക്കുക, അതും പിശാചിന്റെ പണിയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദാവൂദും ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിച്ചിരിക്കുന്നു. വഖാല സുഇല അഹ്മദു അൻഹ, ഇമാം അഹ്മദിനോട് ഇതേ ചോദ്യം ചോദിക്കപ്പെട്ടു. ഫഖാല, ഇമാം അഹ്മദിനോട് ചോദിക്കാൻ കാരണം എന്താണ്? ഹദീസിൽ വ്യക്തമായി നുഷ്റ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല.
നുസ്രത്ത് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. നുസ്രത്തിനെ കുറിച്ച് ചോദിച്ചു, അത് ശൈത്താന്റെ പണിയാണ് എന്ന് പറയുകയും ചെയ്തു. ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടവ അഹ്മദ് പറഞ്ഞു, ഇബ്നു മസ്ഊദിൻ യക്റഹു ഹാദാ കുല്ലഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതെല്ലാം വെറുക്കുമായിരുന്നു, അദ്ദേഹം ഇത് വിലക്കുമായിരുന്നു എന്ന് പറയുകയുണ്ടായി. വഫിൽ ബുഖാരി അൻ ഖതാദ ഖുൽതു ലിബ്നുൽ മുസയ്യിബ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, റജുലുൻ ബിഹി തിബ്, ഒരു മനുഷ്യന് സിഹർ ബാധിച്ചിട്ടുണ്ട്, ഔ യുഅഖദു അൻ ഇംറഅതിഹി, അല്ലെങ്കിൽ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ അയാൾക്ക് സാധിക്കുന്നില്ല, അങ്ങനെയുള്ള സിഹറാണ് ബാധിച്ചിരിക്കുന്നത്. അയുഹല്ലു അൻഹു ഔ യുനശ്ശർ, അവനു വേണ്ടി നുശ്റ ചെയ്യാൻ പറ്റുമോ, സിഹർ മാറാനുള്ള ചികിത്സ, അതും ശൈത്താന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്, അത് ചെയ്യാൻ പറ്റുമോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ബഅസ ബിഹി, തരക്കേടില്ല എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അടുത്ത് വിശദീകരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇന്നമാ യുരീദൂന ബിഹിൽ ഇസ്ലാഹ്, അതുകൊണ്ട് അവർ ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഉപകാരമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ഫഅമ്മാ മാ യൻഫഉ ഫലം യുൻഹ അൻഹു, ഉപകാരമുള്ള ഒന്നും അള്ളാഹു വിലക്കിയിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ നുശ്റത്ത് എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചത് സയ്യിദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാ, കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഹദീസിൽ നമ്മൾ കണ്ടു, വിലക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ഇത് ഒരുമിച്ച് കൂട്ടുക? ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, നുശ്റയെ വിലക്കിക്കൊണ്ടുള്ള ഹദീസ് നമ്മൾ കണ്ടു, അസറുകൾ കണ്ടു, അതുപോലെ അനുവദിക്കുന്ന ഇമാമു താബിഈൻ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹു തആലയുടെ അദ്ദേഹത്തിന്റെ അസറും കണ്ടു. ഇത് തമ്മിൽ എങ്ങനെയാണ് യോജിപ്പിക്കുക? ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, നുശ്റ എന്ന് പറഞ്ഞാൽ ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂർ, സിഹർ ബാധിച്ച വ്യക്തി, രോഗി, അയാളെ ആ സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അത് മോചിപ്പിക്കുക, അതാണ് നുശ്റ എന്ന വാക്കിന്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. വഹിയ നൗആൻ, അത് രണ്ടു വിധത്തിലുണ്ട്. ഹല്ലുൻ ബിസിഹ്രിൻ മിസ്ലിഹി, ഇതുപോലെയുള്ള സിഹർ ചെയ്തുകൊണ്ടുള്ള പരിഹാരമുണ്ട്, ശൈത്താൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയുണ്ട്. വഹുവല്ലദീ മിൻ അമലി ശൈത്താൻ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ മിൻ അമലി ശൈത്താൻ എന്ന് പറഞ്ഞത്. വഅലൈഹി യുഹ്മലു ഖൗലുൽ ഹസൻ, ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞ ഒരു അസറുണ്ട്, ലാ യഹുല്ലു സിഹ്റ ഇല്ലാ സാഹിർ, ഒരു സാഹിർ മാത്രമേ സിഹർ പരിഹരിക്കുകയുള്ളൂ, സിഹറിനുള്ള ഈ പ്രതിക്രിയ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നുശ്റയാണ്, അഥവാ പിശാചിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന നുശ്റയാണ്. ഫയതഖറബു നാശിറു വൽ മുൻതശിറു ഇല ശൈത്താനി ബിമാ യുഹിബ്, ഇത്തരം നുശ്റ എങ്ങനെയാണ് ചെയ്യുക? ആ രോഗിയും അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന, ചെയ്തു കൊടുക്കുന്ന വ്യക്തിയും രണ്ടുപേരും പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിശാചിലേക്ക് അടുക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് അവര് ആ സിഹർ അത് പരിഹരിച്ചു കൊടുക്കുക. ഫയുബ്തുലു അമലഹു അനിൽ മസ്ഹൂർ, അപ്പൊ ശൈത്താൻ അവിടുന്ന് ഒഴിഞ്ഞു പോകും. അങ്ങനെയുള്ളതാണ് ഹറാമായിട്ടുള്ളത്. വസ്സാനി, രണ്ടാമത്തേത് അന്നുശ്റത്തു ബിർറുഖ്യ, റുഖ്യ കൊണ്ടുള്ള നുശ്റത്ത്. റുഖ്യ കൊണ്ടുള്ള നുശ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഓതിക്കൊണ്ട്, അതുപോലെ തന്നെ തജ്രിബയിലൂടെ തെളിഞ്ഞിട്ടുള്ള, അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടുള്ള ചികിത്സകൾ, മരുന്നുകളുണ്ട്, സിഹറിനുള്ള മരുന്നുകൾ. ചില മുൻഗാമികൾ സിദ്ർ, എലന്ത് മരത്തിന്റെ ഇല കൊണ്ട് സിഹർ ചികിത്സിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള അനുവദനീയമായ ഹറാമുകളില്ലാത്ത ചികിത്സ അല്ലെങ്കിൽ റുഖ്യ, ഇതുകൊണ്ട് സിഹറിനെ ചികിത്സിക്കാം. വത്തഅവ്വുദാതി വദ്ദഅവാതി വൽ ഔദിയത്തിൽ മുബാഹ, മരുന്നുകൾ, പ്രാർത്ഥന, അതുപോലെ തന്നെ ഖുർആൻ കൊണ്ടുള്ള റുഖ്യ, ഇതൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്ന നുശ്റയുണ്ട്. ഫഹാദ ജായിസ്, ഇത് ജായിസാണ്. അപ്പൊ ഇതാണ് നുശ്റയെ കുറിച്ച് പറയാനുള്ളത്, സിഹറിന്റെ പരിഹാരത്തെ കുറിച്ച് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായങ്ങൾ നമുക്ക് അടുത്ത ദിവസം അയക്കാം. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.